ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഓണം സ്പെഷ്യലായിട്ട് വാഴയ്ക്ക ഉപ്പേരിയുടെയും അതേപോലെ തന്നെ ശർക്കര വരട്ടിയുടെയും റെസിപ്പിയുമായിട്ടാണ്. നമുക്കിത് വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. കടയിൽ നിന്നൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് നമ്മുടെ ശർക്കര വരട്ടിയും ഉപ്പേരിയും ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തേക്കുന്നത് 1 കിലോ ഏത്തക്കയാണ്. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് ഒരു 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കലക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ വാഴയ്ക്ക തൊലി കളഞ്ഞിട്ട് ഈ വെള്ളത്തിലേക്ക് കുറച്ച് നേരം ഇട്ട് വെക്കണം. ഒരു 10 മിനിറ്റോളം ഇട്ട് വെക്കണം. വാഴയ്ക്കയുടെ കറയൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വാഴയ്ക്കയുടെ തൊലി കളഞ്ഞ് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ 2 സൈഡും കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് വാഴയ്ക്കയുടെ 2-3 ഭാഗത്ത് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക. ഒത്തിരി അങ്ങ് ആഴത്തിൽ വരയരുത്. കായിൽ കൊള്ളാതെ തൊലി മാത്രം എടുക്കാൻ പാകത്തിന് വരഞ്ഞു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തൊലി എടുക്കാൻ പറ്റും. അപ്പോൾ അത് ഒരു വാഴയ്ക്ക തൊലിയൊക്കെ കളഞ്ഞു. ഇത് നമുക്ക് നമ്മുടെ മഞ്ഞൾ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. വാഴയ്ക്ക മുങ്ങി കിടക്കുന്ന അത്രയും വെള്ളം എടുക്കണം. ഇപ്പം എന്താ നമ്മുടെ വാഴയ്ക്കയെല്ലാം ഞാൻ തൊലി കളഞ്ഞ് മഞ്ഞൾ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. എന്നിട്ട് നമുക്ക് വെള്ളത്തിൽ നിന്ന് മാറ്റാം. ഇപ്പം അതാ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. നന്നായിട്ടൊന്ന് തിരുമ്മി കഴുകുക. കറ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രബ്ബർ വെച്ച് ചെറുതായിട്ടൊന്ന് ഉരച്ച് കഴുകാവുന്നതേ ഉള്ളൂ. അപ്പം നന്നായിട്ട് കറയൊക്കെ ഉണ്ടെങ്കിൽ പൊയ്ക്കോളും. ഇനി വെള്ളം കളഞ്ഞിട്ട് നമുക്ക് നല്ല വെള്ളത്തിൽ ഒന്നുകൂടി ഒന്ന് കഴുകിയെടുക്കാം. അപ്പം ഞാനിത് കഴുകിയെടുത്തിട്ട് വരാം. അപ്പം എന്താ നമ്മുടെ വാഴയ്ക്കൊക്കെ കഴുകിയെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം. വെള്ളമായി ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഏതെങ്കിലും ഒരു തുണി വെച്ച് തുടച്ചെടുത്താൽ മതി. അപ്പം എന്താ നമ്മുടെ വാഴയ്ക്കൊക്കെ തുടച്ച് വെച്ചു. ഇതിൻ്റെ അകത്തുനിന്ന് ഞാൻ 2 കാ മാത്രമേ ശർക്കര വരട്ടിക്ക് എടുക്കുന്നുള്ളൂ. ബാക്കി ഉപ്പേരി വറക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുവാണ്. ആദ്യം നമുക്ക് ശർക്കര വരട്ടിയുടെ കാ കട്ട് ചെയ്തെടുക്കാം. ശർക്കര വരട്ടിക്ക് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് നെടുവേ വാഴയ്ക്ക കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്യാം. ഇതാ ഞാൻ ഈ ഒരു കനത്തിലാണ് കട്ട് ചെയ്തേക്കണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി വലുതായിട്ട് കട്ട് ചെയ്യാം. ഒത്തിരി കനത്തിൽ കട്ട് ചെയ്താൽ വറുത്തെടുക്കുമ്പോൾ സമയം കുറേ എടുക്കും. അത് കാരണം ഞാൻ ഈ ഒരു കനത്തിലാണ് കട്ട് ചെയ്യാറുള്ളത്. കട്ട് ചെയ്യുമ്പോൾ എല്ലാ പീസും ഒരേ സൈസിലായിരിക്കാൻ ശ്രദ്ധിക്കണം. അടുത്ത വാഴയ്ക്ക ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ശർക്കര വരട്ടിയുടെ കാ രണ്ടും കട്ട് ചെയ്തു. ആദ്യം നമുക്ക് നമ്മുടെ ശർക്കര വരട്ടിയുടെ കാ വറുത്തെടുക്കാം. ഇത് വറക്കാൻ വേണ്ടിയുള്ള എണ്ണ ചൂടാക്കാൻ വയ്ക്കാം. അപ്പോൾ അതാ ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ യൂസ് ചെയ്യാനാണ് കൂടുതൽ നല്ലത്. അതിനാണ് ടേസ്റ്റ്. അതോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം. ഇപ്പോൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. ഒത്തിരി അങ്ങ് ചൂടാകരുത്. ഒരു മീഡിയം ചൂടാകുമ്പോൾ നമുക്ക് നമ്മുടെ വാഴയ്ക്ക ഇട്ട് കൊടുക്കാം. അപ്പം എന്താ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ചൂടായോന്നറിയാൻ വേണ്ടിയിട്ട് ഒരു പീസ് മാത്രം ഇട്ട് കൊടുക്കാം. ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് എല്ലാ പീസസും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ചെറിയൊരു ക്വാണ്ടിറ്റിയല്ലേ ഉണ്ടാക്കണത്. അത് കാരണമാണ് ഒരു ട്രിപ്പായിട്ട് തന്നെ ഇട്ട് കൊടുത്തത്. അപ്പം നിങ്ങൾ കൂടുതൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ
ബാച്ചുകളായിട്ട് ഉണ്ടാക്കിയെടുക്കുക. ഇനി തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ച് പെട്ടെന്നങ്ങ് വറുക്കരുത്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വറുത്തെടുക്കുക. നല്ലൊരു ഗോൾഡൻ കളറാകണം. നമ്മളിത് തിക്നെസ് കുറച്ച് കട്ട് ചെയ്ത കാരണം ഒത്തിരി സമയമൊന്നും എടുക്കുകയില്ല, പെട്ടെന്ന് തന്നെ മൂത്ത് വരും. മൂത്ത് വരുമ്പോൾ നമുക്ക് ഇളക്കുമ്പോഴേ മനസ്സിലാകും ഫ്രൈ ആയിട്ടുണ്ടെന്ന്. സൗണ്ടിന് തന്നെ വ്യത്യാസം വരും. ഇതാ നമ്മുടെ ചിപ്സിൻ്റെ കളറൊക്കെ ചെറുതായിട്ട് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു ലൈറ്റ് ഗോൾഡൻ കളറായിട്ടുണ്ട്. കുറച്ച് സമയം കൂടെ ഇളക്കി കൊടുക്കാം. അപ്പം എന്താ നമ്മുടെ ചിപ്സ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. ഒരു പീസ് എടുത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നല്ല ക്രിസ്പി ആയെങ്കിൽ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഞാനൊരു പീസ് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കട്ടെ. അത്യാവശ്യം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ അതാ നമ്മുടെ ശർക്കര വരട്ടിക്കുള്ള ചിപ്സ് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ ശർക്കര വരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ഒരു 100 ഗ്രാമോളം ഉണ്ടാകും. നമ്മൾ കുറച്ച് മാത്രമല്ലേ ഉണ്ടാക്കണുള്ളൂ, അത് കാരണം ഇത്രയും മതിയാകും. ഇത് നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം. ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. ഇപ്പം എന്താ നമ്മുടെ ശർക്കര നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് അരിച്ചൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടി കട്ടിയുള്ള ഒരു പാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇത് ഒരു നൂൽ പരുവാകണം വരെ നമുക്കൊന്ന് തിളപ്പിക്കണം. തീ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വച്ചേക്കണത്. നമുക്ക് ഈ ശർക്കരയിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. അതേപോലെ ഒരു 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂണോളം ചുക്കുപൊടി, കുറച്ചുകൂടി ചേർക്കേണ്ടി വരും പൊടികൾ. ഇപ്പോൾ തൽക്കാലം ഇത്രയും ചേർത്ത് കൊടുക്കുക. ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതാ ഒരു നൂൽ പരുവായിട്ടുണ്ട്. ഇത്രയും മതിയാകും. നമുക്കിനി ഇതിലേക്ക് നമ്മുടെ ഉപ്പേരി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ലോ ഫ്ലെയിമിൽ വയ്ക്കണം. നമുക്ക് നമ്മുടെ ചിപ്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വയ്ക്കാൻ മറക്കരുത്. നമുക്കിതിലേക്ക് കുറച്ച് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ചുക്കുപൊടിയും ജീരകപ്പൊടിയും ഏലക്കാപ്പൊടിയും. ചുക്കുപൊടിയുടെയും ജീരകപ്പൊടിയുടെയും ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ അത് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുക. ഏലക്കാപ്പൊടി കുറച്ച് ഇട്ടാൽ മതി. കുറച്ച് ജീരകപ്പൊടി ചേർത്ത് കൊടുത്തു. അതേപോലെ തന്നെ കുറച്ച് ചുക്കുപൊടി, 2 നുള്ള ഏലക്കാപ്പൊടി. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഒന്നിനോടൊന്നും ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പഞ്ചസാര അല്ലെങ്കിൽ അരിപ്പൊടി ആയാലും മതിയാകും. പൊടിച്ച പഞ്ചസാര 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുവാണ്. കുറച്ചുകൂടി പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുത്തു. ഇനി ഇതിൻ്റെ ചൂടാറട്ടെ. ആറിക്കഴിയുമ്പോൾ ഇത് നല്ല ക്രിസ്പി ആയിട്ട് വരും. നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ദാ ഇതിൻ്റെ ചൂട് ഒരുവിധം മാറിയിട്ടുണ്ട്. നമ്മുടെ ശർക്കര വരട്ടി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്.
നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഓണമൊക്കെ അല്ലേ വരണത്, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. നമ്മുടെ പ്ലെയിൻ ആയിട്ടുള്ള ഉപ്പേരി വറക്കാൻ കനം കുറച്ച് അരിഞ്ഞെടുക്കുക. ശർക്കര വരട്ടിക്കുള്ളതുപോലെ തിക്കായിട്ട് കട്ട് ചെയ്യരുത്. കനം കുറച്ച് കട്ട് ചെയ്താൽ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് വരുള്ളൂ. അപ്പം നമുക്കിത് കട്ട് ചെയ്യാൻ തുടങ്ങാം. ഞാൻ ഈ ഒരു തിക്നെസ്സിലാണ് കട്ട് ചെയ്തേക്കണത്. അപ്പോൾ തന്നെ നമുക്ക് ക്രിസ്പി ആയിട്ടുള്ള ചിപ്സ് കിട്ടുള്ളൂ. ഇപ്പം നിങ്ങളുടെ കയ്യിൽ സ്ലൈസർ ഉണ്ടെങ്കിൽ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുത്താലും മതിയാകും. കൈകൊണ്ട് കട്ട് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ കട്ടിംഗ് ബോർഡിൽ വെച്ച് കട്ട് ചെയ്താലും മതി. ഇപ്പം എന്താ നമ്മുടെ വാഴയ്ക്കൊക്കെ ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുത്തു. ഇനി ഇത് നമുക്ക് വറക്കാൻ തുടങ്ങാം. അതിനു മുമ്പ് നമുക്ക് കുറച്ച് ഉപ്പ് വെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് കലക്കി വെക്കണം. അത് ചെയ്യാം. അപ്പോൾ അതാ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കി വെക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ഇത്രയും ഉപ്പും മഞ്ഞൾപ്പൊടിയും എടുത്തെങ്കിലും ഇത് ഫുള്ളായിട്ടൊന്നും ഒഴിക്കുകയില്ല. 1 ടീസ്പൂൺ മാത്രം മതിയാകും. അപ്പോൾ അതാ എണ്ണ ചൂടാക്കാൻ വച്ചിട്ടുണ്ട്. ചൂടായോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു പീസ് ഇട്ട് കൊടുക്കാം. ചൂടായെങ്കിൽ ഇങ്ങനെ മുകളിലോട്ട് പൊങ്ങി വരും. നമുക്കിതിലേക്ക് വാഴയ്ക്ക ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ബാച്ചായിട്ടാണ് വറുത്തെടുക്കുന്നത്. ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തീ കുറച്ച് കൊടുക്കാം. ചിലതിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. അത് ഈ സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് വിടിയിച്ച് കൊടുക്കുക. അപ്പോൾ അതാ ഒരു 2 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇനി ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരട്ടെ. മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ക്രിസ്പി ആകണം. ഒത്തിരി സമയമൊന്നും ആകുകയില്ല. ഒരു 8 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരും. ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇളക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഫ്രൈ ആയെങ്കിൽ. നന്നായിട്ട് കിലുകിലാന്ന് സൗണ്ട് വരും. ഓർണെടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം. ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഉപ്പുവെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പം തീ ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റുക. കുറച്ച് നീങ്ങി നിന്ന് ഒഴിച്ചു കൊടുക്കണം. ചിലപ്പോൾ ഒന്ന് പൊന്തി വരും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് അടുത്ത ബാച്ച് ഇതേപോലെ തന്നെ വറുത്തെടുക്കാം. അത് വറുത്തെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഉപ്പുവെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് ഒരു ചിപ്സ് എടുത്ത് കഴിച്ചു നോക്കുക. അതിൽ ഉപ്പ് ആവശ്യത്തിനുണ്ടെങ്കിൽ പിന്നെ ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ എണ്ണയിൽ ഓൾറെഡി ഉപ്പുണ്ടല്ലോ. ഉപ്പ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം കുറച്ച് ഒഴിച്ചു കൊടുക്കുക. 1 ടീസ്പൂണൊന്നും ഒഴിക്കേണ്ട ആവശ്യം വരില്ല. അത് ഉപ്പ് നോക്കിയിട്ട് നിങ്ങൾ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. ഇപ്പം രണ്ടാമത്തെ ബാച്ചും ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി നമ്മൾ മുമ്പേ വറുത്തെടുത്ത പോലെ തന്നെ വറുത്തെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ രണ്ടാമത്തെ ബാച്ച് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരെണ്ണം കഴിച്ചു നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവാണ്. അത് കാരണം വളരെ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കുവാണ്. അപ്പം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി.
അപ്പം എന്താ നമ്മുടെ ശർക്കര വരട്ടിയും ഉപ്പേരിയും എന്താ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി ഓണമൊക്കെ അല്ലേ വരണത്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. ഞാൻ ഇതിനു മുമ്പ് കുറച്ച് സദ്യ റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഞാനൊരു പ്ലേ ലിസ്റ്റിലാക്കി ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.